ഇന്ന് ഡേറ്റ് വന്നിട്ട് ഇന്ന് 18 നവംബറാണ്. അതായത് നമുക്ക് സീരിയലിന് അഭിനയിക്കാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച. ഓക്കെ, അതായത് 8 ദിവസം കഴിഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല അതിനെപ്പറ്റിയൊന്നും. പക്ഷേ ഇറ്റ് വാസ് ഫൺ. ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു, ഒരു 6 മണി 7 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഒന്ന് വെയിറ്ററായിരുന്നു. വെയിറ്ററായിട്ട് സെക്കൻഡ് റോൾ വെയിറ്ററായിട്ടായിരുന്നു. അതിൽ ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് തെറ്റിപ്പോയി, പതറിപ്പോയി. വാക്കുകളൊന്നും എനിക്ക് കറക്റ്റ് വന്നില്ല. ബീട്രൂട്ട് മസാല ദോശ ഒന്നും വന്നില്ല. അത് ഫൺ. പിന്നെ അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി എനിക്ക്. അവിടെ വെച്ച് കുത്തിയെ കിട്ടി. അവിടെ പിന്നെ റാൻഡമായിട്ട് മെസ്സേജ് അയച്ചിട്ട് പിന്നെ അങ്ങ് പോയി. യൂഷ്വൽ സസ്പെക്ട് സിനിമ. നൗ ദ തിങ് ഈസ്, ഇന്ന് 17 സാലറി വന്നില്ല. നീ ഇത് മൈൻഡ് വെച്ചോളിയോ. സാലറി വരുമ്പോൾ നമ്മളിതൊക്കെ മറക്കും. സാലറി വന്നിട്ടില്ല. ചോദിക്ക് മനസ്സില്ല. ഓക്കെ, പേടം. നവംബർ 17 എനിക്ക് ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല ഞാൻ നോക്കുന്നത് ഇപ്പോൾ. ലൈക്ക് അത് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫിനിഷ് ആവട്ടെ. ഓക്കെ, എനിക്കൊരു ജോലിയായിട്ട് എനിക്ക് വേണം ചാടാൻ വേണ്ടി. എന്തെങ്കിലും ജോലി, നല്ല ജോലി. ഓക്കെ, അപ്പോൾ അതിനെനിക്ക് എന്തെങ്കിലും വേണം അതിന് വേണ്ടി. സോ അത് ഭയങ്കര ഡിപ്രസ്ഡായിട്ട് നിൽക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ല. നമ്പർക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഒരു അലയൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഈ മാസം 3-ാം തീയതി. നോക്കാം, ഇന്ന് ഓർക്കുവാണെങ്കിൽ ഇന്ന് തിരിച്ച് വിളിക്കണം അവരെ. പിന്നെ കടുപ്പ് പോകണ്ടേ. ഇറ്റ്സ് ടു ഹാർഡ്. ഭയങ്കര കടുത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് കയറുകയാണ്. മന്തെൻ്റെ ആകുമ്പോൾ മന്തെന്നല്ല ഇയർ എൻ്റെ ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യണം. സ്പീച്ച് തെറാപ്പീൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞായിരുന്നു. ഒരു മറ്റേ ശില്പ എന്ന് പറഞ്ഞ അദീപയുടെ ഫ്രണ്ടുമായിട്ട്. ഇറ്റ് വാസ് ഗുഡ്. സെഷനായിട്ടല്ലായിരുന്നു അത്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഓക്കെയാണ്. എനിക്കന്ന് നല്ലൊരു കുറേ നാളെ അങ്ങനെ ഒരാൾ സംസാരിച്ചിട്ട് ഓപ്പണായി സംസാരിച്ചിട്ട് കുറേ നാളായി. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഇനി ചൊവ്വാഴ്ചയാണ് ക്ലാസ്സുള്ളത്. ലൈക്ക് നാളെ എല്ലാത്തിനും ടൈറ്റായിട്ടിരിക്കുന്നത് ജോബ്. വേറെ എന്തുവാ, ജോബ് തന്നെ മെയിൻ. പിന്നെ പറഞ്ഞാൽ ബോറായി കുട്ടികളായി അങ്ങനെയല്ല, ഒരു ആലമ്പായി. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ മടിക്കാതെ ഇട്ട് ഞാൻ പറഞ്ഞു തന്നെ ഒന്നും നിങ്ങൾ ശരിയായി വരുന്നില്ല. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇന്നലെ പള്ളിയിൽ പോയി മഹീരോട്. ഇറ്റ് വാസ് ഫൺ. പള്ളിയിൽ പോയി. പിന്നെ ആബേലിന് ഡാൻസ് ഉണ്ടായിരുന്നല്ല വഴുതക്കാട് കോളേജ് വെച്ചിട്ട്. ഇറ്റ് വാസ് ഓൾസോ ഫൺ. കൊള്ളായിരുന്നു. എൻ്റെ ഫ്രണ്ട്, അവൻ്റെ മാഹിയുടെ ഫ്രണ്ട് ലിജി ഉണ്ടായിരുന്നു കൂടെ. ഗുഡ്. മഹി ഈ മന്ത് പോകണമെന്ന് നിൽക്കുകയാണ്. ബാംഗ്ലൂർ പോകണമെന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ 2 years ബിഫോർ ഞാൻ ഇതേപോലെ വീട് ചെയ്തിട്ടുണ്ട്. 2 years 1 year ബിഫോർ വീട് ചെയ്തിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി ഇൻടേക്കിന് മഹി UK പോകുന്നുള്ളത് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, സംഭവിച്ചില്ല. ബട്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ട്രൂ. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്, ഈസിലി ആക്സെപ്റ്റബിളാണ്. വിസ അങ്ങനെയൊന്നും വേണ്ട. എൻ്റെ വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ്. പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഹി വാണ്ട് ദിസ് ജോബ്. അവിടെ ഒരു ജോബ് മാത്രം കിട്ടിയാൽ മതിയാണ്. അതുകൂടെ കിട്ടിയാൽ ഓക്കെ, ഫൈനാണ്. അതിനും കൂടെ പോയിക്കഴിഞ്ഞാൽ ഞാൻ സൈഡ് ഇപ്പോൾ തന്നെ കുഴപ്പമില്ല. കാരണം ഗോകുൽ വല്ലപ്പോഴും വന്ന് പോവുള്ളൂ, മനസ്സിലായ. കമൽ ടച്ചില്ല ഉണ്ട്, അങ്ങനെയല്ല, നല്ല റെയറാണ് ഇപ്പോൾ കമൽ എത്ര കോണ്ടാക്ട്. പിണക്കമൊന്നുമില്ല, ഉണ്ട്. പക്ഷെ വിളിക്കാറൊന്നും അങ്ങനെയില്ല. മീറ്റ് ചെയ്യാറും വളരെ കുറവാണ്. അവിടെ ഉള്ളത് മഹിയാണ് വിളിക്കണതും. അതുകൊണ്ട് മിസ് ചെയ്യുന്നത് അതും കൂടെ പോയിക്കഴിഞ്ഞാൽ ഞാൻ ലോൺലി ആവും. ഇപ്പോഴേ പകുതിയോളം മെൻ്റലി ഞാൻ ലോൺലിനെസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരും ഇല്ലാത്തൊരു സെറ്റപ്പായിട്ട് ഐ എം ബിക്കമിങ് സംബഡി. പറയുമ്പോൾ തന്നെ ഒരു വെയിറ്റ് വരുന്നുണ്ട്. മണി എത്രയും എത്ര കൂടാ, ലൊക്കേഷൻ ഇട്ടില്ല ഗ്രൂപ്പിൽ.
സൈറ്റിൽ നിൽക്കുകയാണ്, കവടിയാർ സൈറ്റിൽ നിൽക്കുകയാണ്. ലൊക്കേഷൻ സാഡ് നാവും എല്ലാം ശരിയാവും. നാളെ റൈമണ്ടിൻ്റെ ഷൂട്ടുണ്ട്, ഹാഫ് ഡേ ലീവ് എടുക്കണം, ഫുൾ ഡേ ആക്കാം നമുക്കത്. ഇറ്റ്സ് ഗോൺ ബി ഫൺ. ഓക്കെ, സെറ്റായിട്ട് പോകും, എല്ലാം ശരിയാവും. തിങ്സ് ആർ ഗോയിങ് ടു ചേഞ്ച്. എല്ലാം ശരിയാവാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. ഡിപ്പ്. ഓക്കെ, കയറും, 100% ഉറപ്പാണ് നീ കയറും, സംസാരമില്ല. ഐ ട്രൂലി ബിലീവ് യു മാൻ. ഓക്കെ, പോയാണ്. ഇന്ന് 17 നവംബർ 2025.